ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മളൊരു പുതിയ ചാപ്റ്ററിലോട്ട് കയറുകയാണ് കേട്ടോ. പ്രോബബിലിറ്റി. അപ്പോൾ ഒക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പ്രോബബിലിറ്റി നമ്മൾ പറയാറില്ലേ, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ഒരു ചാൻസ് ഉണ്ടാകും. ആ ചാൻസ് എന്ന വാക്കിൽ നിന്ന് തന്നെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഈ പ്രോബബിലിറ്റിയെക്കുറിച്ചുള്ള പഠനം ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല. 16th സെഞ്ച്വറിയിൽ ഒരു ഇറ്റാലിയൻ ഫിസിഷ്യനും മാത്തമാറ്റീഷ്യനുമൊക്കെ ആയ ജെ കാർദൻ, അദ്ദേഹമാണ് പ്രോബബിലിറ്റിയെക്കുറിച്ചുള്ള പഠനം ആദ്യകാലങ്ങളിൽ തുടങ്ങിയത്. അതിനുശേഷം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഡിഗ്രി ക്ലാസ്സുകളിലൊക്കെ മാത്തമാറ്റിക്സ് പഠിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ഈ പേര് നിങ്ങൾ കേൾക്കും. ബെർണോളി, ജെയിംസ് ബെർണോളി ഒരു ഫേമസ് മാത്തമാറ്റീഷ്യനാണ്, ഗ്രേറ്റ് മാത്തമാറ്റീഷ്യനാണ്. അതുപോലെ പിയറി സൈമൺ ലാപ്ലേസ്. നമ്മൾ ലാപ്ലേസ് എന്ന് പറയുമെങ്കിലും ലാപ്പിത്താൾ എന്നാണ് അവരുടെ ഭാഷയിൽ മാത്തമാറ്റീഷ്യനെ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഈ പ്രോബബിലിറ്റിക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. അപ്പോൾ അവർ നൽകിയിട്ടുള്ള സംഭാവനകളുടെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ കാലത്ത് ബയോളജി, എക്കണോമിക്സ്, ജെനറ്റിക്സ്, ഫിസിക്സ്, സോഷ്യോളജി, ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ, ഒരുപാട് സ്ഥലങ്ങളിൽ പ്രോബബിലിറ്റി ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ആവശ്യം അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്നത് ഏറ്റവും നല്ല എക്സാമ്പിളായിട്ട് പറയുന്നൊരു കാര്യമാണ് കോയിൻ ടോസ് ചെയ്യുന്നത്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പം ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ, ഈ രണ്ട് ഉത്തരത്തിൽ ഏതെങ്കിലും ഒന്നേ വരത്തുള്ളൂ. നടുക്ക് വന്ന് നിന്നാൽ നമുക്കതിനെ ആ ഒരു ഉത്തരത്തിൽ നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്നില്ല അല്ലേ. കൃത്യം നടുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കേസ് പരിഗണിക്കുന്നതേ ഇല്ല. അപ്പോൾ ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ, ഈ ഒരു കേസ് വരുന്നത് മാത്രമേ നമ്മൾ ഇതിനകത്ത് പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. ക്വസ്റ്റ്യൻ ആണെന്ന് വായിക്കാം. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് വെൻ എ കോയിൻ ഈസ് ടോസ്ഡ് വൺസ്. ഓൾസോ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടെയിൽ. അപ്പോൾ ഒരു പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യുന്നു, അപ്പോൾ ഹെഡ് കിട്ടാനുള്ള ചാൻസാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഔട്ട്കം ഉണ്ടാവും അല്ലേ. ഔട്ട്കം മീൻസ് റിസൾട്ട്. ഇവിടെ പ്രോബബിലിറ്റിക്കകത്ത ഭാഷ എന്ന് പറയുന്നത്, റിസൾട്ടിന് പറയുന്ന ഭാഷയാണ് ഔട്ട്കം എന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് ഔട്ട്കം ഉണ്ടാകും, ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. അപ്പോൾ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഹെഡ് വരാനുള്ള ചാൻസ് അപ്പോൾ എത്രയാണ്? 1 ആണ്. കാരണം ഇതിലേതെങ്കിലും ഒന്നല്ലേ വരുള്ളൂ. സോ നമുക്ക് അതിൽ നിന്നാണ് അതിൻ്റെ ഇവിടെ ഒരു ഫോർമുല എഴുതിയിരിക്കുന്നത് കണ്ടോ. P of E, number of outcomes favorable to E divided by number of all possible outcomes എന്നെഴുതിയിട്ടുണ്ടല്ലേ. ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്പർ ഓഫ് ഔട്ട്കംസ് ഫേവറബിൾ ടു ഇ എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് എ ചാൻസ് ടു ഹെഡ്, അത് 1 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എത്രയാണ്? ഹെഡും ടെയിലും, അത് 2 ആണ്. സോ ദ ആൻസർ ഈസ് 1/2. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടെയിൽ എന്തായിരിക്കും? 1/2 തന്നെ, ശരിയല്ലേ. ടെയിൽ വരാനും ഒരു പ്രാവശ്യമേ നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരൊറ്റ ആൻസറേ വരത്തുള്ളൂ, ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. ടോട്ടൽ നമുക്ക് 2 ഔട്ട്കംസ് ഉണ്ട്. സോ 1/2 പ്ലസ് 1/2 എത്രയാണത്? 1. മനസ്സിലായോ? അതുപോലെ തന്നെ ഒരു ഡൈസ്, നിങ്ങൾ കോയിൻ്റെ കാര്യം കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പ്രോബബിലിറ്റി കരുതുന്ന കാര്യമാണ് ഡൈസ് ടോസ് ചെയ്യുന്നത്. ഡൈസിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവരും എന്തായാലും മിക്കവാറും വീടുകളിലൊക്കെ എണീ ബാബും കളിയോ ഡൈസിൻ്റെ കളിയോ ഒക്കെ ഉണ്ടായി കാണുമായിരിക്കും. അപ്പോൾ ഈ ഡൈസിന് എത്ര ഫേസ് ഉണ്ട്? നമ്മളതും കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ക്യൂബ്, ക്യൂബേർഡ്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ. അപ്പോൾ എത്ര ഫേസ് ഉണ്ട് ഡൈസിന്? 6 ഫേസസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ ഈ ഡൈസ് എറിയുമ്പോൾ 3 വരാനുള്ള പ്രോബബിലിറ്റി, 3 വരാനുള്ള പ്രോബബിലിറ്റി എത്ര? 3 ഉണ്ട്? ഒറ്റ
ഒറ്റ 3 ഉള്ളൂ, ശരിയല്ലേ? എത്ര ഔട്ട്കംസ് ഉണ്ട് ടോട്ടലി? 1 2 3 4 5 6 ഔട്ട്കംസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 3 വരാനുള്ള ചാൻസ് പ്രോബബിലിറ്റി എത്രയായിരിക്കും? 1/6. 3/6 എന്നല്ല എഴുതേണ്ടത്, 1/6. കാരണം 3 ഒറ്റ 3 ഉള്ളൂ, ശരിയല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് 6 ആണ്. സോ 1/6. അപ്പം ഈ മുമ്പേ പറഞ്ഞ കോയിൻ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ ശരിക്കും 1/2 1/2 രണ്ടും ഈക്വൽ ചാൻസ് ആണ്, അല്ലേ? നമുക്ക് ആൻസർ കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ്. സോ ദേ ആർ ഈക്വലി ലൈക്ക്ലി ഔട്ട്കംസ്. സോ ദേ ആർ കോൾഡ് ഈക്വലി ലൈക്ക്ലി ഔട്ട്കംസ്. അതേസമയം ഒരു ബാസ്ക്കറ്റിനകത്ത് ഞാനൊരു 4 റെഡ് ബോളും ഒരു 2 ബ്ലൂ ബോളും ഇട്ടെന്നിരിക്കട്ടെ. ഞാൻ റാൻഡമായിട്ട് ഒരെണ്ണം എടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് ഒന്നുകിൽ റെഡ് ആവാൻ കിട്ടുന്നത് അല്ലെങ്കിൽ അത് ബ്ലൂ ആവാൻ കിട്ടുന്നത്, അതിനെ നമുക്ക് ഈക്വലി ലൈക്ക്ലി എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ കളറ് സ്പെസിഫൈ ചെയ്ത വല്ലതും പറയുകയാണെങ്കിൽ മാത്രം നമുക്ക് ഈക്വലി ലൈക്ക്ലിയിലോട്ട് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അല്ലാത്ത കേസിൽ നമ്മളതിനെ ഈക്വലി ലൈക്ക്ലി എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ഇനി വേറൊരു ക്വസ്റ്റ്യൻ വായിക്കാം. എ ബാഗ് കണ്ടെയ്ൻസ് എ റെഡ്, എ ബ്ലൂ ആൻഡ് എ യെല്ലോ ബോൾ, ഓൾ ദ ബോൾസ് ബീയിങ് ദ സെയിം സൈസ്. ഇപ്പോൾ ഒരു ബാസ്ക്കറ്റിനകത്ത്, ഒരു ബാഗിനകത്ത് റെഡ് ബോളുണ്ട്, ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്. കൃതിക ടേക്സ് ഔട്ട് എ ബോൾ ഫ്രം ദി ബാഗ് വിത്തൗട്ട് ലുക്കിംഗ് ഇൻ ടു ഇറ്റ്. കൃതിക എന്ത് ചെയ്തു? നോക്കാതെ ഒരു ബോൾ എടുത്തു. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഷീ ടേക്സ് ഔട്ട് യെല്ലോ ബോൾ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്, യെല്ലോ ബോൾ കൃതിക എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ശരിക്കും നോക്കി, അതിനകത്ത് എത്ര ബോളുണ്ട്? ഒരു റെഡ്, ഒരു ബ്ലൂ, ഒരു യെല്ലോ, ഇങ്ങനെ 3 ബോൾസേ ഉള്ളൂ. സോ യെല്ലോ ബോൾ വരാനുള്ള ചാൻസ് എന്തായിരിക്കും? 1/3. ഒരു യെല്ലോ ബോളേ ഉള്ളൂ, 3 ഔട്ട്കം നമ്മുടെ കയ്യിലുണ്ട്. സോ ദ ചാൻസ് ഈസ് 1/3. സെക്കൻഡ് ക്വസ്റ്റ്യൻ റെഡ് ബോളാണ്. അപ്പോഴും എന്താണ് ചാൻസ്? ദ സെയിം, 1/3. ബ്ലൂ ബോളോ? അപ്പോഴും നമ്മുടെ ചാൻസ് 1/3 തന്നെ. മനസ്സിലായോ നിങ്ങൾക്ക്? ഇനിയും നമുക്ക് ഈ 2 കേസ്, രണ്ടല്ലെങ്കിൽ നമ്മൾ ഹെഡിൻ്റെയും ടെയിലിൻ്റെയും കാര്യവും പറഞ്ഞു, ഇപ്പോൾ ഒരു ബാഗിൽ ഓരോ ബോളിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം കൊണ്ടെത്തിക്കാവുന്നത്, ടോട്ടൽ പ്രോബബിലിറ്റി എല്ലായ്പ്പോഴും 1 ആയിരിക്കും കേട്ടോ. അതെപ്പോഴും ഓർത്ത് വെച്ചോണം. 1ന് മുകളിലോട്ടുള്ളൊരു ആൻസർ പ്രോബബിലിറ്റിക്ക് വരത്തില്ല. 0ക്ക് താഴോട്ട് നെഗറ്റീവ് വാല്യൂസും വരത്തില്ല. 0ക്കും 1നും ഇടയ്ക്കുള്ള ആൻസർ നിങ്ങൾക്ക് പ്രോബബിലിറ്റിക്കകത്ത് കിട്ടത്തുള്ളൂ. അതെപ്പോഴും നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കണം പ്രോബ്ലം ചെയ്യുമ്പോൾ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത് പി ഓഫ് ഇ എന്ന് പറയുന്നത് ഇവൻ്റ് സംഭവിക്കുന്നത്. അടുത്തൊരു വാക്കാണ് കോംപ്ലിമെൻറ്റ്. പി ഓഫ് ഇ കോംപ്ലിമെൻറ്റ്. കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് ഇ, സംഭവിക്കാത്തത്. അപ്പോൾ പി ഓഫ് ഇയും പി ഓഫ് ഇ കോംപ്ലിമെൻറ്റും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. ഇവിടെ നോക്കി, പി ഓഫ് ഇ വായിക്കുന്നത് ഇങ്ങനെയാണ്: പി ഓഫ് ഇ പ്ലസ് പി ഓഫ് ഇ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1. ഈ എഴുതിയിട്ട് മുകളിലൊരു വരയാണ് ഇട്ടിരിക്കുന്നത്, ഒരു ബാർ അല്ലേ. നമ്മളതിനെ വിളിക്കുന്നത് ഇ കോംപ്ലിമെൻ്റ് എന്നാണ്. അപ്പോൾ പി ഓഫ് ഇയും പി ഓഫ് ഇ കോംപ്ലിമെൻറ്റും കൂടി വന്നു കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? 1. ടോട്ടൽ പ്രോബബിലിറ്റി എന്താണെന്നാണ് പറഞ്ഞത്? 1. മനസ്സിലായോ? അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പി ഓഫ് ഇ കോംപ്ലിമെൻറ്റ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ്? 1 മൈനസ് പി ഓഫ് ഇ ആണ്. ഇ എന്ന് പറയുന്നത് എന്താണ്? ഈവൻ്റ് സംഭവിക്കാനുള്ള ചാൻസ് ആണ്. ഈ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാലോ നോട്ട് ഹാപ്പൻ. പിന്നെ നമ്മൾ ഇതിനകത്ത് ഒരു ഡൈസിൽ 7ാമതൊരു ഫേസ് വരിക നടക്കുന്ന കാര്യമാണോ അത്? ഒരു ഡൈസിൽ ആകെ 6 ഫേസേ ഉള്ളൂ. 7ാമത്തെ ഫേസിനെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. സോ ദേ ആർ കോൾഡ് ഇമ്പോസിബിൾ ഇവൻറ്റ്. ഇമ്പോസിബിൾ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത ഇവൻറ്റുകൾ, നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യം, അതാണ് ഇമ്പോസിബിൾ ഇവൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് സംഭവിക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? ഷുവർ ഇവൻറ്റ്. ഉറപ്പാണ്, ആ കാര്യം നമ്മൾ നടന്നിരിക്കും.
കോയിൻ ടോസ് ചെയ്താൽ നമുക്ക് ഹെഡോ ടെയിലോ എന്തെങ്കിലും കിട്ടിയിരിക്കും. അതൊരു സത്യമായ കാര്യമാണ് അല്ലേ, ഷുവറായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് നമ്മൾ ഷുവർ ഇവൻറ്റ് അല്ലെങ്കിൽ സർട്ടൺ ഇവൻ്റ് എന്ന് പറയാറുണ്ട്. എന്നിട്ട് എന്താ വിളിക്കുക? ഇമ്പോസിബിൾ ഇവൻറ്റ്. നിങ്ങൾ ചീട്ട് കളിക്കാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ചീട്ട് കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട്? അറ്റ്ലീസ്റ്റ് നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ നിങ്ങൾ ഗെയിം കളിക്കുമ്പോൾ അതിനകത്തുണ്ടാവുമല്ലോ കാർഡ്സിൻ്റെ പ്ലേ ഉണ്ടാവില്ലേ? അപ്പോൾ അതിനകത്ത് എന്നാൽ കാർഡിനെ കുറിച്ച് നമുക്കൊരു ചെറിയ അവബോധം, ഒരു ജ്ഞാനം വേണം. എങ്കിലേ നമുക്കിതിനകത്ത് ചില പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് 52 കാർഡ്സ് ആണുള്ളത്. അതിൽ 2 എണ്ണം ജോക്കർ, 54 ആണ്. അതിൽ 2 എണ്ണം ജോക്കറായിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ജോക്കറിൻ്റെ കേസ് എടുക്കുന്നില്ല. 52 കാർഡ്സ്. അപ്പം അതിൽ 4 ചിഹ്നങ്ങളുണ്ട്. ഏതൊക്കെയാ ചിഹ്നങ്ങളുടെ പേരറിയാമോ? സ്പെയ്ഡ്, ഹാർട്ട്, ഡയമണ്ട്, ക്ലബ്ബ്. ഓരോന്നിനും ഓരോ സിമ്പിൾ കൊടുത്തിട്ടുണ്ടാവും. കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ലാപ്ടോപ്പിലെങ്ങാനും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഈ കാർഡ്സിൻ്റെ ഗെയിം ഒന്ന് പ്ലേ ചെയ്ത് നോക്കും, നിങ്ങൾക്കറിയാൻ പറ്റും. ഈ 4 ചിഹ്നങ്ങൾ അതിനകത്തുണ്ടായിരിക്കും. ഈ ഓരോ 4 ചിഹ്നങ്ങളും 13 എണ്ണം വെച്ചിട്ടുണ്ട്. 13 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം കിങ്, അടുത്തത് ക്യൂന്, പിന്നെ ഒരു ജാക്ക്, എയ്സ്, കൂടാതെ 2, 3, 4, 5, 6, 7, 8, 9, 10 ഇത്ര എണ്ണം. ഇതിനാണ് നമ്മൾ 13. അപ്പോൾ 1 തൊട്ട് 10 വരെയുള്ളതും ഒരു എയ്സ് അല്ലേ, കിങ്, ക്യൂന്, ജാക്ക്. 1 എന്ന് ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ എയ്സ്. അപ്പോൾ 1 തൊട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല, 2 തൊട്ട്. അങ്ങനെയാണ് മുഴുവൻ ഒരു ഗ്രൂപ്പിൽ 13 എണ്ണം വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 4 പേരുകൾ പറഞ്ഞു. ഈ 4 പേരുകളും സ്പെയ്ഡ്, ഹാർട്ട്, ഡയമണ്ട്, ക്ലബ്ബ്, ഈ 4 പേരിലും ഈ ഇത്ര എണ്ണം, അങ്ങനെയാണ് 13 × 4 52 എണ്ണം വരുന്നത്. ഇതിൽ തന്നെ 26 എണ്ണം, അതായത് 13 + 13 റെഡും 13 + 13 ബ്ലാക്കുമായിരിക്കും. നിങ്ങൾക്ക് ഇത്രയും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാർഡ്സ് ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ. എന്നാലും നമുക്ക് പ്രോബ്ലം കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇത്രയും ഇപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? P(e) + P(e) കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. അവിടെ നിന്ന് നമുക്ക് P(e) കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കാൻ പറ്റും, 1 - P(e). അതുപോലെ തന്നെ ഇമ്പോസിബിൾ ഇവൻ്റ്, പിന്നെ ഷുവർ ഇവൻ്റ് അല്ലെങ്കിൽ സർട്ടൺ ഇവൻ്റ്, പിന്നെ കാർഡിനെ കുറിച്ചും നിങ്ങൾക്ക് ഡൗട്ട് ഇനിയും തോന്നുകയാണെങ്കിൽ നിങ്ങൾ കാർഡ്സിൻ്റെ ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ. എന്നാലും നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ആ പ്രോബ്ലംസ് ചെയ്യുമ്പോഴും നിങ്ങൾക്കത് ക്ലിയർ ആകത്തുള്ളൂ. നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. P(e) എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഔട്ട്കംസ് ഫേവറബിൾ ടു E ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് ഓഫ് ദി എക്സ്പെരിമെൻറ്റ്. അതുപോലെ തന്നെ P(e) + P(e) കോംപ്ലിമെൻറ്റ് മീൻസ് നോട്ട് ഹാപ്പൻ അല്ലേ. P(not E) എന്ന വാക്കാണ്. P ഓഫ് പ്രോബബിലിറ്റി ഓഫ് നോട്ട് E, അതാണ് P(e) കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1 ആയിരിക്കും. സോ നമുക്ക് ക്വസ്റ്റിനകത്ത് P(e) കോംപ്ലിമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 1 - P(e) എടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഇമ്പോസിബിൾ ഇവൻറ്റിനെ കുറിച്ചും ഷുവർ ഇവൻറ്റിനെ കുറിച്ചും പഠിച്ചു. എക്സസൈസ് 15.1 ആദ്യത്തെ ക്വസ്റ്റിനായിട്ട് കിടക്കുന്നത്, അതിൻ്റെ ഞാനൊരു ആൻസർ രൂപത്തിൽ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. P(e) + P(e) കോംപ്ലിമെൻറ്റ് 1 ആണ്. അതുപോലെ ഒരിക്കലും സംഭവിക്കാത്ത ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇമ്പോസിബിൾ ഇവൻ്റാണ്. ഷുവറായിട്ടും ഹാപ്പൻ ചെയ്യുന്നതാണ് ഷുവർ ഇവൻ്റ് അല്ലെങ്കിൽ സർട്ടൺ ഇവൻ്റ്. അതുപോലെ നമ്മുടെ പ്രോബബിലിറ്റി 0യ്ക്കും 1നും ഇടയ്ക്കാണ് കിടക്കുന്നത്. 0 < P(e) < 1. So 0 < P(e) < 1. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതേ ഉള്ളൂ, 4 ചെയ്യാൻ പറ്റും. അഞ്ചാമത്തത് നമുക്ക് P(e) തന്നിട്ടുണ്ട്.
പി ഓഫ് ഇ എന്ന് പറയുന്നത് 0.05. പി ഓഫ് ഇ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. ഈ ഇക്വേഷൻ ഉപയോഗിച്ച പോരെ. പി ഓഫ് ഇ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് പി ഓഫ് ഇ ആണ്. സോ 1 മൈനസ് 0.05 എത്ര വരും? അത് മൈനസ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? 0.95. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ വായിക്കാം. എ ബാഗ് കണ്ടെയ്ൻസ് ലെമൺ ഫ്ലേവേർഡ് candies only. Malini takes out one candy without looking into the bag. What is the probability that she takes out? First question, and have orange flavored candy. Orange flavored candy അതിലുണ്ടോ? ഇല്ല. So the answer is 0. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലെമൺ ഫ്ലേവേർഡ് ക്യാൻഡി. ലെമൺ ഫ്ലേവേർഡ് ക്യാൻഡി എത്രയാണ്? 1 ആണ്. അപ്പോൾ അതിനകത്ത് ബാഗിനകത്ത് ലെമൺ ഫ്ലേവേർഡ് മാത്രമേ ഉള്ളൂ. സോ എത്ര എണ്ണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ക്യാൻഡീസ് ഉള്ളി ഒരെണ്ണമല്ലേ ഉള്ളൂ. ശരിയല്ലേ? അപ്പോൾ പ്രോബിലിറ്റി ദാറ്റ് ഷീ ടേക്സ് ഔട്ട് എ ലെമൺ ഫ്ലേവേർഡ് ക്യാൻഡി ഈസ് 1. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. 7th ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. 8th ക്വസ്റ്റ്യൻ, എ ബാഗ് കണ്ടെയ്ൻസ് 3 red balls, 5 black balls. A ball is drawn at random from the bag. What is the probability that ball drawn is red, not red? ഈ ക്വസ്റ്റിനകത്ത് ഒരു ബാഗിനകത്ത് 3 റെഡ് ബോളുമുണ്ട്, 5 ബ്ലാക്ക് ബോളുമുണ്ട് അല്ലേ? ബാഗിനകത്ത് 3 റെഡ് ബോളുമുണ്ട്, 5 ബ്ലാക്ക് ബോളും ഉണ്ട്. നമുക്കതിനകത്ത് തോന്നുന്നത് ബോൾ ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം ദി ബാഗ്. നമുക്ക് റെഡ് കിട്ടാനുള്ള ചാൻസ് ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ ബോൾസ് അല്ലേ? ടോട്ടൽ ബോൾസ് എത്ര വരും? ടോട്ടൽ ബോൾസ് എന്ന് പറയുന്നത് 3 + 5 = 8. ആ ബാഗിനകത്ത് മൊത്തം 8 ബോളുണ്ട്. അപ്പോൾ നമ്മളത് അതിനകത്തുനിന്ന് സെലക്ട് ചെയ്യുന്ന ബോള് റെഡ് ആകാനുള്ള ചാൻസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റെഡ് ബോൾ എന്ന് പറയുമ്പോൾ 3 റെഡ് ബോളുണ്ട്. 3 റെഡ് ബോളിൽ ആര് വേണമെങ്കിലും ആകാം. സോ പി ഓഫ് നമ്മൾ ഒരു ആൻസർ രൂപത്തിൽ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഈസ് 3 + 5 = 8. പി ഓഫ് ലെറ്റ് ഇ ബി ദ ഇവൻറ്റ് ഗെറ്റിംഗ് റെഡ്. Let E be the event getting red. So P of E. E എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ഇനി എന്ത് എഴുതിയാൽ മതി? P of number of outcome favorable to E divided by total number of outcome total number of outcomes favorable to E by total number of outcome. അപ്പോൾ എത്ര വരും? 3 റെഡ് ബോളേ ഉള്ളൂ. സോ ടോട്ടൽ എത്രയാണ്? 8 ആണ്. നമുക്ക് 3/8. അടുത്തത്, അത് റെഡ് ആകാതിരിക്കാനുള്ള ചാൻസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പി ഓഫ് ഇ അറിയാമെങ്കിൽ റെഡ് ആകാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോംപ്ലിമെൻ്റ് ആണ്. സോ 1 - 3/8 = 8 - 3 5/8. റെഡ് ആകാതിരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ബ്ലാക്ക് ആയിരിക്കണം അല്ലേ? അത് ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അത് എത്രയാണോ? മൊത്തം 5 ബ്ലാക്ക് ബോൾ ഉണ്ട്. സോ 5/8. നമുക്കത് ഏത് രീതിയിൽ വേണമെങ്കിൽ പറയാം. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു ബാഗിനകത്ത് 3 റെഡ് ബോളുണ്ട്, 5 ബ്ലാക്ക് ബോൾ ഉണ്ട്. നമുക്കതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ആണ് ആദ്യം എഴുതേണ്ടത്. മൊത്തം 3 + 5 8 ബോൾസ് ഉണ്ട്. അതിൽ റെഡ് ബോൾ എടുക്കാനുള്ള ചാൻസ് ഇപ്പം നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യണം. ലെറ്റ് ഇ ബി ദ അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്കത് കുറച്ചുകൂടെ മനസ്സിലാവും. A box contains 5 red marbles, 8 white marbles and 4 green marbles. ഇതൊക്കെയാണ് പറയുന്നത്. 5 red, 8 white marbles, പിന്നെ 4 green marbles. 1 marble is taken out of the box at random. Means നമ്മൾ ഇന്നതാണ് എടുക്കുന്നതെന്നൊന്നും അറിയാതെ തന്നെ
നമ്മൾ എന്ത് ചെയ്തു? ഒരെണ്ണം റാൻഡമായിട്ട് ചൂസ് ചെയ്യുന്നു. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ മാർബിൾ ടേക്കൺ ഔട്ട് വിൽ ബി റെഡ്? നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്സ് എഴുതേണ്ടത്? നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ടോട്ടൽ സ്റ്റെപ്സ് നിങ്ങൾ അങ്ങനെ എഴുതിക്കോണേ. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം മീൻസ് ഹിയർ റിസൾട്ട്. സോ 5 + 8 + 4 എത്ര വന്നു? 17 അല്ലേ? അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ റെഡ് ബോൾ വരാനുള്ള ചാൻസ് ആണ്. നമുക്ക് മൊത്തം എത്ര റെഡ് ബോൾ ഉണ്ട്? ആ ബോക്സിനകത്ത് 5 റെഡ് ബോളാണ് ഉള്ളത്. 5 റെഡ് ബോൾ ഉണ്ട്. മൊത്തം 17 ബോൾസ് ഉണ്ട്. നമ്മൾ അത് റാൻഡമായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ഏത് കളർ വേണമെങ്കിലും ആകാം. പക്ഷേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, അത് റെഡ് ആകാനുള്ള ചാൻസ്. റെഡ് തന്നെ 5 എണ്ണമുണ്ട്. അപ്പം 5-ൽ ആര് വേണമെങ്കിലും ആകാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു, ലെറ്റ് ഇ ബി ദ ഇവൻറ്റ് ദറ്റ് ഹാപ്പൻസ് റെഡ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് ഇ എന്തായിരിക്കും വരിക? പി ഓഫ് ഇ ഈക്വൽ ടു 5/17 നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. ശരിയല്ലേ? അതേപോലെ വൈറ്റ് ബോൾ വരാനുള്ള ചാൻസ് എന്തായിരിക്കും? 8 / 17. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോട്ട് ഗ്രീൻ അല്ലാത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് 2 രീതിയിൽ കൺസിഡർ ചെയ്യാം. രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 13. ശരിയല്ലേ? അപ്പം നമുക്ക് ഗ്രീനിനെ ആ ഒരു രീതിക്കും ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഗ്രീൻ അങ്ങ് മൈനസ് ചെയ്താലും മതി. നമ്മുടെ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? ഗ്രീൻ വരാനുള്ള ചാൻസ് എത്രയാണ്? 4/17. അത് കുറച്ചുകൂടി ഈസി നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട്. ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. ഗ്രീൻ വരാനുള്ള ചാൻസ് 4/17 ആണ്. ആൻസർ എത്ര വരും? 17 - 4 / 17 എത്ര വന്നു? 13/17. ആൻസർ മനസ്സിലായത്? നമുക്ക് ഒരു ബോക്സിനകത്ത് 5 റെഡ്, 8 വൈറ്റ്, 4 ഗ്രീൻ ബോൾസ് ഉണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ 17 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റെഡ് കിട്ടാനുള്ള ചാൻസ് ആണ്. സോ 5/17. വൈറ്റ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 8/17. ഗ്രീൻ കിട്ടാനുള്ള ചാൻസ് 4/17 ആണ്. പക്ഷെ നമുക്ക് ഗ്രീൻ കിട്ടാതിരിക്കാനുള്ള ചാൻസ് ആണ് ക്വസ്റ്റ്യനിൽ. സോ 1 - 4/17 നമുക്കത് 13/17 എന്ന് കിട്ടി. സോ 10th ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്തോളാം. 11th ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. ഗോപി ബൈസ് ഫിഷ് ഫ്രം എ ഷോപ്പ് ഫോർ ഹിസ് അക്വേറിയം. ദ ഷോപ്പ്കീപ്പർ takes out 1 fish at random from the tank containing 5 male fish and 8 female fish. What is the probability that the fish taken out is a male fish? അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അക്വേറിയത്തിനകത്ത് മുഴുവനും എത്ര ഫിഷ് ഉണ്ട്? മൊത്തം എത്ര ഫിഷ് ഉണ്ട് അക്വേറിയത്തിൽ? 5 മെയിലും 8 ഫീമെയിലും. സോ ടോട്ടൽ നമ്പർ ഓഫ് ഫിഷ് എത്രയാണ്? 5 + 8 = 13. ശരിയല്ലേ? ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഫിഷ് ടേക്കൺ ഔട്ട് ഈസ് എ മെയിൽ ഫിഷ്. എത്ര മെയിൽ ഫിഷ് ഉണ്ട്? 5. അപ്പം നമ്മൾ റാൻഡമായിട്ട് അക്വേറിയത്തിൽ നിന്നും സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ മെയിലാണോ ഫീമെയിലാണോ നമുക്കറിയില്ല. നമ്മൾ സെലക്ട് ചെയ്യുന്നു റാൻഡമായിട്ട്. അപ്പം മെയിലിലെ ആര് വേണമെങ്കിലും ആകാം. സോ 5/13. മനസ്സിലായോ? 5/13 സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. നമ്മൾ സ്റ്റെപ്സ് കൂടെ എഴുതി അത് പഠിക്കണം. ടോട്ടൽ നമ്പർ ഓഫ് ഫിഷ് in the aquarium 5 + 8 = 13. Number of outcomes favorable to the event that a fish taken out in a male fish 5. അതുകൊണ്ട് probability that fish taken out is a male fish equal to number of favorable outcome divided by total number of outcome equal to 5/13. Then അടുത്ത question. A game of
chance consists of spinning an arrow which comes to rest pointing at one of the numbers 1, 2, 3, 4, 5, 6, 7, 8. And these are equally likely outcomes. What is the probability that it will point at 8, an odd number, a number greater than 2, a number less than 9? ഇവിടെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ഒരു സർക്കിളിനകത്ത് 1 തൊട്ട് നമ്മൾ ക്ലോക്കൊക്കെ ഡിവൈഡ് ചെയ്യുന്ന പോലെ തന്നെ 1 തൊട്ട് 8 ഡിവിഷൻസ് ഉണ്ടാക്കിയിരിക്കുകയാണ് അതിനെ. 1, 2, 3, 4, 5, 6, 7, 8. ഇതിൽ 1 നേരെ നമ്മൾ പോയിന്റ് വെച്ചിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ പോയിന്റ് അറ്റ് 8? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് വിൽ പോയിന്റ് അറ്റ് 8. ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട് ഇവിടെ? 8 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? സോ നമ്പർ ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 8 തന്നെ. നമ്പർ ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കമ്മും 8 തന്നെയാണ്. നമ്പർ ഓഫ് ഔട്ട്കംസ് ഫേവറബിൾ ടു ദ ഇവൻറ്റ് ദാറ്റ് ആരോ വിൽ പോയിൻ്റ് അറ്റ് 8. 8 പോയിൻ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വരണ്ടേ? ഒരെണ്ണമല്ലേ ഉള്ളൂ ചാൻസ്. സോ 1/8. നമുക്കിവിടെ 8 കോളങ്ങളുണ്ട് അല്ലേ? 8 കോളങ്ങളുണ്ട്. അപ്പോൾ അതിൽ 8 നേരെ പോയിൻ്റ് ചെയ്യുക, 8 നേരെ പോയിൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചാൻസ് എത്രയേ ഉള്ളൂ? 1/8. ടോട്ടൽ 8 എണ്ണമുണ്ട്. അതിൽ 8 നേരെ ചൂണ്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/8. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ആൻ ഓഡ് നമ്പർ. നമുക്ക് ഓഡ് നമ്പർ കിട്ടാനുള്ള ചാൻസ്. ഇതിനകത്ത് എത്ര ഓഡ് നമ്പർ ഉണ്ട്? 1, 3, 5, 7 അല്ലേ? ഈ 4 എണ്ണം ഓഡ് നമ്പേഴ്സാണ്. സോ 4/8 ആണ് നമ്മുടെ ചാൻസ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ എന്ന് പറയുന്നത് ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം പോയിൻ്റ് ചെയ്യാനുള്ള ചാൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ടോട്ടൽ നമ്പർ 8, ഓഡ് നമ്പർ വരുന്നത് 4 ആണ്. നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 1/2. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 2. എ നമ്പർ ഗ്രേറ്റർ ദാൻ 2. 2വിനേക്കാൾ വലിയത്. 2വിനേക്കാൾ വലിയ എത്ര നമ്പേഴ്സ് ഉണ്ട് ഇവിടെ? 3, 4, 5, 6, 7, 8. മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ട്? 6 എണ്ണം ഉണ്ട് അല്ലേ? 3 തൊട്ട് നമുക്ക് കൂട്ടാം. 3 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു പറഞ്ഞില്ല, ഗ്രേറ്ററേ പറഞ്ഞുള്ളൂ. സോ 3, 3, 6 എണ്ണമാണ്. ടോട്ടൽ 8. സോ 6/8. 6/8നെ ഒന്നുകൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ 3/4 എന്ന് എഴുതാം. മനസ്സിലാവും? സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ. എ നമ്പർ ലെസ് ദാൻ 9. നമ്പർ ലെസ് ദാൻ 9. ലെസ് ദാൻ 9 ആയിട്ട് എത്ര എണ്ണം ഉണ്ട്? എത്ര എണ്ണവും ലെസ് ദാൻ 9 ആണ്. സോ 8/8. 8/8 എന്ന് പറഞ്ഞാൽ 1. മനസ്സിലായോ നിങ്ങൾക്കത്?